Good day all. Today we are going to discuss the previous year questions. Question part B. Each question carries 2 marks. Okay. Let's start. Question number 12. Find C if f of x is equal to c into 2 by 3 raised to x, where x is equal to 1, 2, 3, etc. is a probability density function. Okay, here we have to find C given f of x is a probability density function. Okay, ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് സി ഇൻറ്റു 2 ബൈ 3 റേസ് ടു എക്സ് ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സി കണ്ടുപിടിക്കണം. ഓക്കെ, ഹിയർ എക്സിൻ്റെ റേഞ്ച് ഓഫ് എക്സ് ഇസ് 1, 2, 3. ദാറ്റ് ഈസ് എക്സിൻ്റെ റേഞ്ച് എന്താണ്? ഡിസ്ക്രീറ്റ് ആണ്. ഓക്കെ, എക്സിൻ്റെ റേഞ്ച് 1, 2, 3. അപ്പം എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. തന്നിട്ടുണ്ട് f of x is equal to c into 2 by 3 raised to x. x is equal to 1, 2, etc. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഗിവൺ എഫ് ഓഫ് എക്സ് ഈസ് എ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1, 2 ആണ്. സോ എക്സ് എന്നുള്ളത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. നമുക്കറിയാം, വി നോ ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് അറിയാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്നത് എഫ് ഓഫ് എക്സ് ഓർ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സെക്കൻഡ് പ്രോപ്പർട്ടി എന്നത് സമ്മേഷൻ പി ഓഫ് എക്സ് ഓർ എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇനി എക്സ് ഈസ് ഡിസ്ക്രീറ്റ്. ഇഫ് എക്സ് ഈസ് ഡിസ്ക്രീറ്റ്, എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഇതാണ് സമ്മേഷൻ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? സമ്മേഷൻ എക്സ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആയിരിക്കും. ഓക്കെ, എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ. എക്സ് ഈസ് കണ്ടിന്യൂസ്, എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇതാണ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും. സെക്കൻഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, എക്സ് ഡിസ്ക്രീറ്റ് ആകുമ്പം സമ്മേഷനും എക്സ് കണ്ടിന്യൂസ് ആകുമ്പം ഇൻറ്റഗ്രേഷനും. ഹിയർ എക്സ് എന്താണ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. എക്സ് ഈസ് ഈക്വൽ ടു 1, 2, 3, etc. അപ്പോൾ നമ്മൾ വി യൂസ് സെക്കൻഡ് പ്രോപ്പർട്ടി, രണ്ടാമത്തെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണിത് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സമ്മേഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. Okay, that is summation x f of x is equal to 1. That is summation c into summation x c into 2 by 3 the whole raised to x is equal to 1. ഇവിടെ സി കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ സിയെ വെളിക്കെടുക്കാം. സോ സി സമ്മേഷൻ എക്സ് 2 by 3 the whole raised to x is equal to 1. Okay, the range of x is എന്താണ്? 1, 2, 3, etc. അല്ലേ? റേഞ്ച് ഓഫ് എക്സ് എന്നത് എക്സ് ഈസ് ഇക്വൽ ടു 1, 2, 3, etc. ഓക്കെ, സോ സി ഇൻറ്റു എന്ത് ചെയ്യുക? സമ്മേഷൻ എക്സ് 2 by 3 റേസ് ടു എക്സ്. എക്സിൻ്റെ എടുക്കുക 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് 2 by 3 പ്ലസ് എക്സിന് എന്തെടുക്കുക? പുട്ട് എക്സ് ഇസ് ഇക്വൽ ടു 2 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 2 by 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സിന് എന്തെടുക്കുക? 3 കൊടുക്കുക. എന്ത് കിട്ടും? 2 by 3 ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര. ഓക്കെ, എക്സ് ഈസ് 1, 2, 3, etc. ആണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക? 1. ഓക്കെ, ഈസ് ഈക്വൽ ടു 1.
ഓക്കെ, etc. is equal to 1. You get c into 2 by 3 plus 2 by 3 the whole square plus 2 by 3 the whole cube etc. is equal to 1. ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു പറഞ്ഞാൽ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നുള്ളത് ഈസ് ഈക്വൽ ടു എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1/1 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നുള്ളത് എന്താണ്? 1/1 മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷനാണ് എന്ത്? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ, 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത് 1/1 മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷനാണ്. ഓക്കെ, ഇവിടെ നോക്കാം. സി ഇൻറ്റു 2/3 പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2/3 ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര ഈസ് ഈക്വൽ ടു 1. നമ്മളിവിടെ 2/3 എന്ത് ചെയ്യുന്നു? വെളിക്കെടുക്കുന്നു. ഓക്കെ, അപ്പം എന്നിട്ടും സി ഇൻറ്റു 2/3 വെളിക്കെടുക്കുന്നു. അപ്പം എന്നിട്ടും 1 പ്ലസ് 2/3 പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. ഓക്കെ, അല്ലേ? ഓക്കെ, 2/3 വെളിക്കെടുക്കുമ്പോൾ സി ഇൻറ്റു 2/3 1 പ്ലസ് 2/3 പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര ഈസിക്കൽ ടു എന്ത് ചെയ്യുന്നു? 1 എന്ന് എഴുതുന്നു. നമുക്കറിയാം എന്ത് 1/1 മൈനസ് എക്സിന് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ഈസിക്കൽ ടു എന്ന് പറയുന്നത് എന്താണ്? 1/1 മൈനസ് എക്സ്. ഓക്കെ, 1/1 മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷനാണ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതേ രീതിയിലാണ് നമുക്ക് ഇവിടെ വന്നേക്കുന്നത്. അതായത് സി ഇൻറ്റു 2/3. ഓക്കെ, ഇവിടെ 1 പ്ലസ് 2/3 പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇൻസ്റ്റെഡ് ഓഫ് എക്സ് ഹിയർ 2/3. ഇവിടെ എക്സിന് പകരം എന്താണ്? 2/3. ഈ ഒരു ഫോമിലാണ് ഇത് വന്നേക്കുന്നത് അല്ലേ? 1 പ്ലസ് എക്സിന് പകരം ഇവിടെ എന്താണ്? 2/3 ആണ്. എക്സ് സ്ക്വയർ 2/3 ദ ഹോൾ സ്ക്വയർ എക്സെട്ര ആണ്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഇതെന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഇതെന്ന് പറയുന്നത് 1/1 മൈനസ് എക്സ് ആണ്. ഓക്കെ, ഇവിടെ എക്സിന് പകരം എന്താണ്? 2/3 ആണ്. അത് 1/1 മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 2/3. ഓക്കെ, 2/3 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സി ഇൻറ്റു 2/3 1 മൈനസ് 2/3 എന്ന് കിട്ടും 3 മൈനസ് 2 അല്ലേ? 3 മൈനസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 മൈനസ് 2/3. ഓക്കെ, 1 മൈനസ് 2/3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 3 മൈനസ് 2 3 മൈനസ് 1/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതായത് 1/1/3 1/1/3 എന്ന് കിട്ടും. ഓക്കെ, 1/1/3 അതായത് സി ഇൻറ്റു 2/3 1/1/3 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഓക്കെ, 1/1/3 3 ഇസ് ഈക്വൽ ടു 1. എന്നിട്ട് 3യും 3യും ക്യാൻസൽ ആവും. 2c ഇസ് ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു സി 2c ഇസ് ഈക്വൽ ടു 1. അപ്പം സി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 1/2. ഓക്കെ, ആൻസർ എന്താണ്? 1/2 ആണ്. ഓക്കെ, ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സിയുടെ വാല്യൂ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. എന്ത് തന്നിട്ടുണ്ട്? അത് ഒരു ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണെന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന ഇത് ഡിസ്ക്രീറ്റ് ആണോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണ്? ഡിസ്ക്രീറ്റ് ആണ്. സിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത് ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടി ഉപയോഗിക്കും. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടിയെ സമ്മേഷൻ f(x1). ഓക്കെ, കണ്ടിന്യൂസ് കേസ് ആണെങ്കിൽ ഇൻറ്റഗ്രൽ എടുത്തേണ്. ഓക്കെ, ഇൻറ്റഗ്രൽ f(x dx) = 1. ഇവിടെ 1, 2, 3 അല്ല എക്സെട്ര ഉണ്ട്. ഓക്കെ, അപ്പം 1, 2, 3 എക്സെട്ര ആണ് ഇവിടെ ഈ റേഞ്ച് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ആൻസർ C = 1/2.